ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സെക്കൻഡ് മൊഡ്യൂൾ ഓട്ടോമൊബൈൽ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ അതിൻ്റെ പാർട്ട് 1 ആണ്. ആൾറെഡി നമ്മൾ അഡ്വാൻസ്ഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് മൊഡ്യൂൾ ക്ലാസ് എടുത്തതാണ്. ആ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ അഡ്വാൻസ്ഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജീസ് ഇൻ പെട്രോൾ ആൻഡ് ഡീസൽ എൻജിൻസ് അല്ലെങ്കിൽ SI ആൻഡ് CI എൻജിൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ MPFI സിസ്റ്റം, CRDI സിസ്റ്റം, GDI സിസ്റ്റം ഇതുപോലുള്ള ടെക്നോളജികളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ടാമത്തെ മൊഡ്യൂളിൽ ഓട്ടോമൊബൈൽ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ ആണ്. അപ്പോൾ വാഹനത്തിൽ നിന്ന് വരുന്ന പൊല്യൂഷൻ അത് കൺട്രോൾ ചെയ്യാനുള്ള മോഡേൺ ടെക്നോളജി വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണിത്. ഇപ്പോൾ പ്രത്യേകിച്ച് മോഡേൺ ആയിട്ടുള്ള ഒരു യുഗത്തിൽ വാഹനങ്ങളുടെ പെരുപ്പം കൂടിയ സമയത്ത് ഓരോ രാജ്യങ്ങളും അവരുടേതായ റൂൾസ് ആൻഡ് ലോസ് സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുവരികയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യയുടെ കേസിലാകുമ്പോൾ തന്നെ BS6 റൂളുകളൊക്കെ വന്ന ഈ ഒരു BS ഭാരത് സ്റ്റേജ് 6 ഒക്കെ വന്ന ഈ ഒരു സ്റ്റേജിൽ അതൊക്കെ എന്തൊക്കെയാണ് അതിൽ കാര്യങ്ങൾ വരുന്നത്, അതുപോലെ വാഹനവുമായി എന്തൊക്കെ തരത്തിൽ വാഹനത്തിൽ നിന്ന് പൊല്യൂഷൻ വരുന്നുണ്ട്, അത് നമ്മളെ പരിസ്ഥിതിയെ എങ്ങനെ ബാധിക്കുന്നു, അത് കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ് എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട മോഡേൺ ടെക്നോളജീസ്, ഇതൊക്കെയാണ് ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഓട്ടോമൊബൈൽ പൊല്യൂഷനെ കുറിച്ച് പറയാം. അപ്പോൾ എന്താണ് പൊല്യൂഷൻ? പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു വൃത്തിയുള്ള സാധനം അല്ലെങ്കിൽ ഒരു നല്ലൊരു സാധനത്തിലേക്ക് നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു പൊല്യൂട്ടൻറ്റിനെ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ വെള്ളം, വാട്ടർ പൊല്യൂഷൻ, വെള്ളം നമുക്ക് കുടിക്കാൻ യോഗ്യമായ ഒന്നാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് കുടിക്കാൻ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ അത് പൊല്യൂട്ടഡായി എന്ന് പറയും. അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ. എയർ എന്ന് പറഞ്ഞാൽ വായു, ആ വായു നമ്മൾ ശ്വസിക്കുന്നു. അതിൽ നമ്മൾ കണ്ടാമിനേറ്റ് ആയിട്ടില്ല, വേസ്റ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് കത്തിച്ച് ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ വരുന്ന കെമിക്കൽസ് എയറിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അതിന് എയർ പൊല്യൂട്ടഡായി എന്ന് പറയാം. അപ്പോൾ വാഹനത്തിൽ നിന്നുള്ള പൊല്യൂഷൻ, മെയിനായിട്ട് വാഹനത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുന്നത് എയർ പൊല്യൂഷൻ തന്നെയാണ്. പിന്നെ സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷനൊക്കെ വാഹനവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ വാഹനത്തിൻ്റെ ഓയിലുമായി ബന്ധപ്പെട്ട്, അങ്ങനെ വാഹനവുമായി ബന്ധപ്പെട്ട് അതർ പൊല്യൂഷൻസൊക്കെ ഉണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ വരുന്നത് എയർ പൊല്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഒരു അർബൺ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ടൗൺ ഏരിയയിൽ മെയിനായിട്ട് എയർ പൊല്യൂഷൻ്റെ 2/3 2/3 ഓഫ് എയർ പൊല്യൂഷൻ വരുന്നത് വാഹനങ്ങളിൽ നിന്നാണ്. കാരണം ട്രാഫിക് ജാം കാര്യങ്ങളുണ്ടായിട്ട് എൻജിൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കിടക്കും, എൻജിൻ എക്സോസ്റ്റ് ഗ്യാസ് അങ്ങനെ പോയി ഈ വാഹനത്തിലുള്ള പടലങ്ങൾ. അതുമാത്രമല്ല അർബൻ ഏരിയയിൽ വാഹനങ്ങൾ തിരക്ക് കൂടുതലായിരിക്കും. അപ്പോൾ അർബൺ ഏരിയ എന്ന് പറഞ്ഞാൽ ടൗൺ ഏരിയ, അങ്ങനെ തിരക്കുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ എയർ പൊല്യൂഷൻ്റെ 2/3 എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് വാഹനങ്ങളാണ്. ഇനി ഒരു വാഹനത്തിൽ നിന്ന് വരുന്ന പൊല്യൂട്ടൻസ് എന്തൊക്കെയാണ് മെയിനായിട്ടെന്ന് വെച്ചാൽ കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, സൾഫർ ഓക്സൈഡ്സ്, ഹൈഡ്രോ കാർബൺസ്, ലെഡ്, പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് അഥവാ കരിൻ്റെ പാർട്ടിക്കിൾസ്, ഇതൊക്കെയാണ് സാധാരണയായിട്ട് ഒരു വാഹനത്തിൽ നിന്ന്, കാറുകളിൽ നിന്ന് അല്ലെങ്കിൽ വാഹനങ്ങളിൽ നിന്ന് വരുന്ന മെയിൻ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഒരുപാട് പൊല്യൂട്ടൻസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. ഫസ്റ്റ് ഇനീഷ്യലി ഒരു കാര്യത്തിന് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പൊല്യൂട്ടൻസൊക്കെ വളരെ കൂടുതലും നല്ല വശം ആയിട്ടുള്ളതുണ്ട്, അത്ര പ്രശ്നമില്ലാത്തതുണ്ട്. ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ചെറിയ തോതിൽ തന്നെ ഉള്ളത് തന്നെ കൂടുതൽ മനുഷ്യന്
ശരീരത്തിനും അതുപോലെ തന്നെ പ്രകൃതിക്കും ദോഷം ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. കാർബൺ മോണോക്സൈഡ്, ലെഡ്, ഇതൊക്കെ കൂടുതൽ പെട്ടെന്ന് നമ്മളെ ശരീരത്തെയും അതുപോലെ തന്നെ പ്രകൃതിയൊക്കെ ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സൾഫർ ഡൈ ഓക്സൈഡ്സും നൈട്രജൻ ഓക്സൈഡ്സും ഒക്കെ അത് അമ്ലമഴ, ആസിഡ് റെയിനൊക്കെ ആയിട്ട് നമ്മളെ ഭൂമിയെ നശിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ വാഹനത്തിൽ നിന്ന് പൊല്യൂഷൻ വരാൻ കാരണം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അല്ലേ. ഒരു ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനാണ് സാധാരണ വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്നത്. ഈ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ എയർ ഫ്യൂൽ മിക്സ്ചർ നമ്മൾ അതിലേക്ക് കൊടുത്തിട്ട് ആയാലും ബേൺ ചെയ്യാണ്, കത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ചാരം, അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി ആഷ് അല്ലെങ്കിൽ പുക, എക്സോസ്റ്റ് ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സോസ്റ്റ് ഗ്യാസാണ് മെയിനായിട്ട് ഓട്ടോമൊബൈൽ പൊല്യൂഷൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. അതിന് പുറമെ ഈ ഹൈഡ്രോ കാർബൺസ്, നമ്മുടെ പെട്രോളും ഡീസലും അത് പ്രത്യേകിച്ച് പെട്രോളൊക്കെയാണ് പെട്ടെന്ന് ഈ വേപ്പറൈസ് ആയിട്ട് പോകുന്ന ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ പെട്രോൾ വേപ്പറായി പോകുന്നതും, പിന്നെ ഡീസലാണെങ്കിൽ കൂടുതൽ പുക, കരിയൊക്കെ കൂടുതലായിരിക്കും. അൺബേൺഡ് ആയിട്ടുള്ള കാർബൺ പാർട്ടിക്കിൾസ് അത് എയറിലേക്ക് സസ്പെൻഡ് ചെയ്യും, എയറിലേക്ക് വരും. അപ്പോൾ അത് കൂടുതലായിരിക്കും, ഡീസലിന് സ്മോക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ വാഹനത്തിൽ നിന്ന് വരുന്ന പൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ അർബൺ ഏരിയയിൽ ഏകദേശം 2/3 എയർ പൊല്യൂഷൻ്റെ 2/3 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വെഹിക്കിൾസാണ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പൊല്യൂഷൻ ഏതൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് ഒരു വാഹനത്തിൻ്റെ പൊല്യൂഷൻ വരുന്നത്, ഒരു വാഹനത്തിൻ്റെ പൊല്യൂഷൻ്റെ സോഴ്സുകൾ ഏതൊക്കെയാണ്, അതെങ്ങനെയൊക്കെ പരിഹരിക്കാം, അത് ഈ പൊല്യൂട്ടൻസ് എന്തൊക്കെയാണ്, അത് എന്തൊക്കെ മനുഷ്യ ശരീരത്തിനെ എന്തൊക്കെ ബാധിക്കും, എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സോഴ്സ് ഓഫ് വെഹിക്കിൾ എമിഷൻസ്, വാഹനത്തിൽ നിന്ന് എവിടെ നിന്നൊക്കെയാണ് പൊല്യൂഷൻ വരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, എൻജിൻ ക്രാങ്കേസ് ബ്ലോ ബൈ ഫ്യൂംസ്. അത് ഏകദേശം വാഹനത്തിൻ്റെ 20% പൊല്യൂഷൻ വരുന്നത് എൻജിൻ ക്രാങ്കേസ് ബ്ലോ ബൈ ഫ്യൂംസ് ആണ്. എന്താണ് ക്രാങ്കേസ് ബ്ലോ ബൈ ഗ്യാസ് അല്ലെങ്കിൽ ബ്ലോ ബൈ ഫ്യൂംസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ എയർ ഫ്യൂൽ മിക്സ്ചർ കംപ്രസ് ചെയ്ത് ബേൺ ചെയ്യുന്ന സമയത്ത് എക്സോസ്റ്റ് കൂടെ പോവാതെ കംപ്രസ് ചെയ്യുന്ന സമയത്തും അതുപോലത്തെ പവർ സ്ട്രോക്കിലുമൊക്കെ ഹൈ പ്രഷർ കാരണം അതിൻ്റെ ഇടയിൽ ചെറിയ ലീക്കേജ് എന്തായാലും ഉണ്ടാവും. ഈ എയർ ഫ്യൂൽ മിക്സ്ചർ ബേൺ ചെയ്ത് നമ്മൾ പിസ്റ്റൺ വെച്ച് എയർ ഫ്യൂൽ മിക്സ്ചറിന് അമർത്തുന്ന സമയത്ത്, കംപ്രസ് ചെയ്യുന്ന സമയത്ത് അതിന് ചെറിയ ലീക്കേജ് ക്രാങ്ക് കേസിലേക്ക് വരും. ക്രാങ്ക് കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ക്രാങ്ക് ഷാഫ്റ്റ് ഉള്ളത്, നമ്മൾ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് താഴെ ക്രാങ്ക് ഷാഫ്റ്റ് വെച്ചിട്ടുള്ള ഭാഗം, അതാണ് ക്രാങ്ക് കേസ്. അവിടേക്ക് പിസ്റ്റൺ റിങ്സിൻ്റെ ഇടയിലൂടെ വേൺ ഔട്ട് ആവാത്ത പിസ്റ്റൺ റിങ്ങിൻ്റെ ഇടയിലൂടെ എന്ത് ചെയ്യും, കാരണം ചെറിയ മൈന്യൂട്ട് ക്ലിയറൻസ് ഉണ്ടാവും, ഹൈ പ്രഷർ അമർത്തുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും ചെറിയ ലീക്കേജ് ഉണ്ടാവും. അപ്പോൾ ബ്ലോ ബൈ ഗ്യാസ് എൻജിൻ്റെ ക്രാങ്ക് കേസിലേക്ക് വരുന്നു. ബ്ലോ ബൈ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എൻജിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് കംപ്രഷൻ സ്ട്രോക്കിലും പവർ സ്ട്രോക്കിലും ഒക്കെ പിസ്റ്റൺ റിങ്സിൻ്റെ ഇടയിൽ കൂടെ ലീക്കായിട്ട് ക്രാങ്ക് കേസിലേക്ക് എത്തുന്ന ഗ്യാസുകളാണ് ബ്ലോ ബൈ ഗ്യാസ് എന്ന് പറയുന്നത്. എൻജിൻ ക്രാങ്ക് കേസ് ബ്ലോ ബൈ ഗ്യാസ് അല്ലെങ്കിൽ ബ്ലോ ബൈ ഫ്യൂംസ് പറയണത്. അപ്പോൾ ഇത് 20% പൊല്യൂഷന് കാരണമാണ്. മൊത്തം വാഹനത്തിൽ നിന്ന് തന്നെ പൊല്യൂഷൻ്റെ 20% പൊല്യൂഷന് ഈ ഒരു സംഭവം കാരണമാകുന്നത്. പക്ഷേ ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള എൻജിൻസിൽ ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള, പരമാവധി ഒഴിവാക്കാനുള്ള ടെക്നോളജീസ് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ സോഴ്സ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. അടുത്ത സോഴ്സാണ് ഫ്യൂൽ വേപ്പർ ഫ്യൂൽ. പ്രത്യേകിച്ച് SI എൻജിൻസ് അല്ലെങ്കിൽ പെട്രോൾ എൻജിൻസിലാണ് ഈ ഫ്യൂൽ വേപ്പർ കൂടുതൽ. പെട്രോൾ പെട്ടെന്ന് നീരാവിയായി പോകും. അപ്പോൾ ടാങ്കിൻ്റെ സെൻറ്ററിൽ നമ്മൾ സാധാരണ പഴയ കാലത്ത് വാഹനങ്ങളിലൊക്കെ ടാങ്കിൽ നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു വെൻ്റ് ഹോൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിലൂടെ ഈ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ വെയിലത്തൊക്കെ വണ്ടി നിർത്തിയിട്ടാണെങ്കിൽ ചെറുതായിട്ട് പെട്രോൾ വേപ്പറൈസ് ആയിട്ട് ആ ഹോൾ കൂടെ പുറത്തു പോകും. അങ്ങനെ ഹോൾ കൊടുത്തില്ലെങ്കിൽ അത് ബേസ്റ്റ് ഔട്ടായിട്ട് ആ ടാങ്ക് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഹോള്
കൊടുക്കുന്നത്. അപ്പോൾ ഫ്യൂൽ വേപ്പർ ഏകദേശം 20%. അതിൽ രണ്ടാമത് പറയുന്നത് വെച്ചാൽ ഒന്ന് ഫ്യൂൽ ടാങ്കിൽ നിന്ന് വരുന്നതാണ്. പിന്നെ ഒന്ന് കാർബറേറ്ററുള്ള വാഹനങ്ങളിലാണെങ്കിൽ കാർബറേറ്ററിൻ്റെ ഫ്ലോ ചേമ്പറിൽ നിന്നും അങ്ങനെ ഇവാപ്പറൈസ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഴയകാലത്തെ വാഹനങ്ങളിലാണ് ഇത് കൂടുതൽ. ഇപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റംസ് ഒക്കെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഫ്യൂൽ വേപ്പർ എന്ന് പറഞ്ഞാൽ പെട്രോൾ പ്രത്യേകിച്ചും ഫ്യൂൽ വേപ്പറൈസ് ആയിട്ട് പോകുന്നത്. ടാങ്ക് ടെമ്പറേച്ചർ കൂട്ടി ടാങ്കിൽ നിന്നാവാം, അല്ലെങ്കിൽ കാർബറേറ്ററുള്ള വാഹനങ്ങളിലാണെങ്കിൽ കാർബറേറ്ററിൻ്റെ ഫ്ലോട്ട് ചേമ്പറിൽ നിന്നൊക്കെ ആവാം. അപ്പോൾ ആ രീതിയിൽ എയറിലേക്ക് പോകുന്ന ഈ ഒരു ഫ്യൂവലിൻ്റെ വേപ്പർ അതും പൊല്യൂഷനായിട്ട് ആക്ട് ചെയ്യും. അത് 20% ടോട്ടൽ വാഹനത്തിൻ്റെ പൊല്യൂഷൻ്റെ 20% വരും. അപ്പോൾ 40%. ബാക്കി വരുന്ന 60% എൻജിൻ എക്സോസ്റ്റ് ആണ്. അഥവാ എയർ ഫ്യൂൽ മിക്സ്ചർ കത്തിയിട്ട് എൻജിൻ്റെ അകത്തുനിന്ന് ടെയിൽ പൈപ്പിലൂടെ ബോക്കയിലൂടെ വരുന്ന എക്സോസ്റ്റ് ഗ്യാസ് തന്നെ. അതാണ് 60% വാഹനത്തിൽ നിന്ന് വരുന്ന പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ സോഴ്സ് ഓഫ് വെഹിക്കുലർ എമിഷൻ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഓട്ടോമൊബൈൽ പൊല്യൂഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ഈ 3 സംഭവത്തെയാണ്. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് ഒന്നും കൂടി വിശദമായിട്ട് നമുക്ക് നോക്കാം. ഈ ക്രാങ്ക് കേസ് ബ്ലോബൈ ഗ്യാസിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്, ഫ്യൂൽ വേപ്പർ എക്സോസ്റ്റ് ഗ്യാസ് ഇതിലൊക്കെ എന്തൊക്കെ അടങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്രാങ്ക് കേസ് എമിഷൻ. അപ്പോൾ എന്താണ് ക്രാങ്ക് കേസ് എമിഷൻ എന്ന് പറഞ്ഞു? അൺബേൺഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാർഷ്യലി ബേൺഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബേൺഡ് ആയിട്ടുള്ളൊക്കെ പാർട്ടിക്കിൾസ് നമ്മുടെ പിസ്റ്റൺ റിങ്സിൻ്റെ ഇടയിൽ കൂടെ പാസ് ചെയ്ത് ക്രാങ്ക് കേസിലേക്ക് എത്തുന്നു. കംപ്രസർ സ്ട്രോക്കിലും പവർ സ്ട്രോക്കിലൊക്കെ ആ ഒരു അൺബേൺഡ് ആയിട്ടുള്ള ഗ്യാസ്, അതുപോലെ ക്രാങ്ക് കേസിൽ അതിലുള്ള ബേൺഡ് ആയിട്ടുള്ളൊക്കെ ഗ്യാസുകൾ പിസ്റ്റൺ റിങ്സിൻ്റെ ഇടയിൽ നിന്ന് വന്നത്, അതിനെയാണ് നമ്മൾ ക്രാങ്ക് കേസ് ബ്ലോബൈ ഗ്യാസ് എന്ന് പറയുന്നത്. ഈ ബ്ലോബൈ ഗ്യാസിൽ മെയിനായിട്ട് വരുന്നത് ഹൈഡ്രോ കാർബൺസിനായിരിക്കും. കാരണം എയർ ഫ്യൂൽ മിക്സർ കംപ്രസ് ചെയ്യുന്ന സമയത്തും അത് ലീക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അത് കത്താത്തതും ചെറുതായി കത്തിയതൊക്കെ ഉണ്ടാവും. അപ്പോൾ മെയിനായിട്ട് ഹൈഡ്രോ കാർബൺസ് ആണ് ഈ ബ്ലോബൈ ഗ്യാസിലുള്ളത്. ഇത് സാധാരണ നമ്മൾ 20% എന്ന് പറഞ്ഞത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഏകദേശം 13 മുതൽ 25% വരെ ടോട്ടൽ എമിഷൻ്റെത് ക്രാങ്ക് കേസ് ബ്ലോബൈ ഗ്യാസായി വരാറുണ്ട്. ഇനി ഡീസൽ എൻജിൻസിലാവുമ്പോൾ ഇത് കൂടുതലുള്ളത് പെട്രോൾ എൻജിൻസിലാണ് ക്രാങ്ക് കേസ് എമിഷൻ. എന്നാൽ ഇത് കൂടുതലുള്ളത് പെട്രോൾ എൻജിൻസിലാണ്. ഓക്കെ, എന്നാൽ ഡീസൽ എൻജിനിൽ ഇത് കുറവാണ്. കാരണം ഡീസൽ എൻജിനിൽ നമ്മൾ കംപ്രസ് ചെയ്യുന്ന എയർ മാത്രമാണ്. എയർ മാത്രം കംപ്രസ് ചെയ്യുമ്പോൾ അവിടെ കംപ്രഷൻ സ്ട്രോക്കിൽ എയറിൻ്റെ ലീക്കേജ് വരുള്ളൂ. അപ്പോൾ അവിടെ പ്രശ്നമില്ല. പിന്നെ പവർ സ്ട്രോക്കിൽ ഉള്ള ചെറിയ ബ്ലോബൈ ഗ്യാസ് മാത്രമേ ഡീസൽ എൻജിൻസിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ക്രാങ്ക് കേസ് എമിഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇവാപ്പറേറ്റീവ് എമിഷൻ. ഇപ്പോൾ ഇവാപ്പറേറ്റീവ് എമിഷൻ നമ്മൾ ആൾറെഡി പറഞ്ഞു, ഫ്യൂൽ വേപ്പറാണ്. അപ്പോൾ ഇതും കൂടുതലായിട്ടുള്ളത് ഹൈഡ്രോ കാർബൺസ് ആണ്. ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്രോളും ഡീസലും തന്നെ. പെട്രോളും ഡീസലിലും അടങ്ങിയിട്ടുള്ളത് ഹൈഡ്രോ കാർബൺസ് ആണല്ലോ. ഹൈഡ്രജനും കാർബണും അടങ്ങിയിട്ടുള്ള ചെയിൻ കമ്പോണൻസ് ആണ്. ഇപ്പോൾ ഒക്ടെയിൻ പോലത്തെ വലിയ വലിയ ചെയിൻ ഹൈഡ്രോ കാർബൺസ് ആണ് അതിലുള്ളത്. അപ്പോൾ അത് പ്രത്യേകിച്ചും പെട്രോൾ എന്ത് ചെയ്യും, വേപ്പറൈസ് ചെയ്യും. പെട്ടെന്ന് ടെമ്പറേച്ചർ കൂടിയ ചെറിയ വെയിലത്തൊക്കെ നമ്മൾ വണ്ടി നിർത്തി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ബൈക്കുകളൊക്കെ മോഡേൺ ആയിട്ടുള്ള സിസ്റ്റംസ് ഇല്ലാത്ത, കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം ഇല്ലാത്ത വാഹനങ്ങളാണെങ്കിൽ ടാങ്കിൽ നിന്നൊക്കെ നേരിട്ട് നമ്മൾ പുറത്തേക്ക് വെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ വെൻറ്റ് വഴി, അല്ലെങ്കിൽ നമ്മളങ്ങനെ ഫുള്ള് സീൽഡ് ആയിട്ടുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ബേസ്റ്റ് ഔട്ട് ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ ബേസ്റ്റ് ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു ഹോളൈൻ ഇട്ട് കൊടുക്കും, ഒരു വെൻറ്റ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ട്. മാത്രമല്ല അങ്ങനെ ചെറിയ ഓവറായിട്ട് ഹീറ്റായി കഴിഞ്ഞാൽ ഫ്യൂവലിൻ്റെ വേപ്പറൊക്കെ ബേസ്റ്റ് ആവാതെ എസ്കേപ്പ് ചെയ്ത് പോകാനും. അപ്പോൾ ഈ വരുന്ന ഫ്യൂവൽ വേപ്പർ അത് ഹൈഡ്രോ കാർബണാണ് മെയിനായിട്ട് വരുന്നത്. അത് വെറും ടാങ്കിൽ നിന്ന് മാത്രമല്ല, ചില സമയത്ത് ഫ്യൂവൽ ലൈൻസ് നിന്ന് വരാറുണ്ട്. പിന്നെ കാർബറേറ്ററുള്ള വാഹനങ്ങളാണെങ്കിൽ കാർബറേറ്ററിൻ്റെ
കാർബറേറ്ററിൻ്റെ ഫ്ലോട്ട് ചേമ്പറിൽ നിന്നും വരാറുണ്ട്. ഇനി സാധാരണ ഈ കാർബറേറ്ററിൽ നിന്ന് ഈ നഷ്ടപ്പെടുന്നതിനെ നമ്മൾ ആൾസോ കാൾഡ് ഹോട്ട് ഷോക്ക് എമിഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് ഹോട്ടായിട്ടുള്ള എഞ്ചിനൊക്കെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ, നമ്മൾ കുറേ വണ്ടി ഒക്കെ പെട്ടെന്ന് നിർത്തിയിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ചൂടായിട്ടുള്ള ഫ്യൂല് പ്രത്യേകിച്ച് പെട്രോള് എന്ത് ചെയ്യും, വേപ്പറേറ്റ് പോകും. പ്രത്യേകിച്ച് പെട്രോളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്രോൾ പെട്ടെന്ന് വേപ്പറൈസായി പോകുന്നതാണ്, വോളട്ടൈലാണ്. അപ്പോൾ ആ പെട്രോളാണ് ഇങ്ങനെ കൂടുതൽ ഇവാപ്പറേറ്റ് എമിഷൻ, പെട്രോൾ തന്നെയാണ് മെയിനായിട്ട് വരുന്നത്. ഡീസൽ എൻജിൻസിൽ ഈ ഒരു വിഷയം വരുന്നില്ല കാര്യമായിട്ട്, വളരെ അപൂർവമായിട്ട്, വളരെ കുറവാണ് എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ഇല്ലയെന്ന് തന്നെ പറയാം, കൂടുതലും ഇല്ലയെന്ന് തന്നെ പറയാം. പക്ഷേ പെട്രോൾ എൻജിൻസിലാണ് ഇത് വരുന്നത്. ഇത് സാധാരണ 20-32% ടോട്ടൽ എമിഷൻസ് വരുന്നുണ്ട്. നമ്മൾ വെറും 20 എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ 32% ചില സമയത്ത് വരാറുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ളത് നമ്മൾ ഹൈഡ്രോ കാർബൺ തന്നെയാണ്. ആ പെട്രോൾ ആകുമ്പോൾ പെട്രോളിൽ അടങ്ങിയിട്ടുള്ള ഹൈഡ്രോ കാർബൺ, അതും നമ്മുടെ എയറിനെ പൊല്യൂഷൻ ചെയ്യും. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വെഹിക്കിൾസ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഓരോ വാഹനത്തിന് അല്പം പെട്രോൾ വേപ്പറൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് എക്കണോമി നഷ്ടവും മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ വലിയ പൊല്യൂഷൻ അത് ക്രിയേറ്റ് ചെയ്യും. മൂന്നാമത്തേതാണ് വളരെ മേജറായിട്ടുള്ളതാണ് എക്സോസ്റ്റ് എമിഷൻ. ഒരു വാഹനത്തിൻ്റെ 60% പൊല്യൂഷൻ, ടോട്ടൽ എമിഷൻ്റെ 60% സോഴ്സ് എന്ന് പറയുന്നത് എക്സോസ്റ്റ് ഗ്യാസ് തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോൾ എക്സോസ്റ്റ് ഗ്യാസിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ടാവും. ഹൈഡ്രോ കാർബൺ അൺബേൺഡ് ഉണ്ടാവും, ബേൺഡ് ആയിട്ടുള്ള ഈ അൺബേൺഡ് ഹൈഡ്രോ കാർബണും അല്ലെങ്കിൽ പെട്രോളും ഓക്സിജനും കൂടി കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്, അതാണ് ബേണിംഗ് എന്ന് പറയുന്നത്. ബേണിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ കത്തുക എന്ന് പറയുന്നത്, അപ്പോൾ അവിടെ ഓക്സിജനുമായി റിയാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഹൈഡ്രോ കാർബൺസ് കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും H2O ഒക്കെ ആയിട്ട് മാറും. അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെ എയറിൻ്റെ സഫിഷ്യൻസി എമൗണ്ട് കുറയുമ്പോഴാണ് കൂടുതൽ കാർബൺ മോണോക്സൈഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. പിന്നെ ഈ നമ്മൾ എഞ്ചിനകത്തേക്ക് വലിക്കുന്ന എയറിൽ നൈട്രജൻ ഉണ്ടായതുകൊണ്ട് തന്നെ നൈട്രജൻ ഓക്സൈഡ്സ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ ലെഡ് നമ്മൾ പെട്രോളിൽ കാലത്ത് യൂസ് ചെയ്തിരുന്നു, നോക്കിങ് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ അൺലെഡഡ് പെട്രോളാണ് യൂസ് ചെയ്യുന്നത്, ലെഡ് ഇല്ലാത്തതാണ്. എന്നാൽ ഇത്ര കാലമുള്ള വാഹനങ്ങളിൽ ലെഡ് ഉണ്ടായിരുന്നുകൊണ്ട് അപ്പോൾ ലെഡ് ഓക്സൈഡ്സ് ഉണ്ടാവും. പക്ഷെ ഇപ്പോഴുള്ള വാഹനങ്ങൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പെട്രോൾ എന്ന് പറയുന്നത് അൺലെഡഡ് പെട്രോളാണ്, ലെഡ് ഇല്ലാത്തതാണ്. നെക്സ്റ്റ് പാർട്ടിക്കുലേറ്റ് മാറ്റർ അഥവാ ലെഡും കാർബൺ ആൽക്കലൈനകത്ത് കോമ്പൗണ്ട്സ് അയൺ ഓക്സൈഡ് ഓയിൽ മിസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സസ് ഗ്യാസിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആൽഡിഹൈഡ്സ്, എസ്റ്റേഴ്സ്, ഈതേഴ്സ്, സൾഫർ ഡയോക്സൈഡ്സ്, പെറോക്സൈഡ്സ്, കീറ്റോൺസ്, ബെൻസീൻ, ഇങ്ങനെ ഒരുപാട് അമോണിയ, ഓർഗാനിക് ആസിഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, ഇതിൻ്റെയൊക്കെ അല്പം എമൗണ്ട്സ് എക്സോസ്റ്റ് ഗ്യാസിൽ ഉണ്ടെന്നാണ് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡി അറിയിക്കുന്നത്. ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഓരോ പൊല്യൂട്ടൻസും, നമ്മൾ ഒരുപാട് പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ എയറിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നതാണ് പൊല്യൂട്ടൻ്റ്. അപ്പോൾ വാഹനത്തിൽ നിന്ന് വരുന്ന പൊല്യൂട്ടൻസ് നമ്മൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു, ഹൈഡ്രോ കാർബൺസ്, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ലെഡ്, ഇതൊക്കെ. അപ്പോൾ ഇനി ഓരോന്നും മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഹൈഡ്രോ കാർബൺ നമുക്കറിയാം, വാഹനത്തിൻ്റെ ഇവാപ്പറേഷൻ, ഫ്യൂൽ വേപ്പറൈസ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അൺബേൺഡ് ആയിട്ടുള്ള എക്സോസ്റ്റ് ഗ്യാസിലും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്രാങ്കേസ്, ബ്ലോ ബൈ സോഴ്സ്, 3 സോഴ്സിൽ നിന്നും ഹൈഡ്രോ കാർബൺ വാഹനത്തിൽ നിന്ന് വരുന്നുണ്ട്. ഈ ഹൈഡ്രോ കാർബൺ ഉണ്ടാക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ കൂടുതൽ നമ്മളത് ശ്വസിച്ച് കഴിഞ്ഞാൽ കണ്ണിന് പ്രശ്നമാണ്. അതുപോലെ തന്നെ ത്രോട്ട്, തൊണ്ടക്ക്, അതുപോലെ ലങ് ഇറിറ്റേഷൻ, ക്യാൻസർ വരെ ഓവറായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ഈ പുക അങ്ങനെ ശ്വസിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ആണ് കാർബൺ മോണോക്സൈഡ്. വളരെ ടോക്സിക് ആയിട്ടുള്ളതാണ്. ഇത് സാധാരണ പാർഷ്യൽ ബേണിങ്, പെട്രോളോ ഡീസൽ പകുതി
പെട്രോള് പാർഷ്യലായിട്ട് കത്തുന്ന സമയത്ത് ഫുള്ളായിട്ട് എയർ കിട്ടാതെ പുകയുകയെന്ന് പറയില്ല, അല്ലെങ്കിൽ പാർഷ്യൽ ബേണിംഗ് എന്ന് പറയും. ആ പാർഷ്യൽ ബേണിംഗ് സമയത്ത് ഇൻകംപ്ലീറ്റ് കമ്പഷൻ നടക്കുമ്പോഴാണ് കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ കാർബൺ മോണോക്സൈഡ് നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഓക്സിജന് ക്യാരി ചെയ്യുന്ന ഹീമോഗ്ലോബിനുമായിട്ടത് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്ത് കാർബോക്സി ഹീമോഗ്ലോബിൻ ക്രിയേറ്റ് ചെയ്യും. അത് പിന്നെ ഫർദറായിട്ട് ഓക്സിജനെ സ്വീകരിക്കാൻ അതിന് കഴിയാതാവും. അപ്പോൾ ശരീരത്തിന് തലകറക്കം, ക്ഷീണം, ഹെഡ് ഏക്ക്, അതുപോലെ കാഴ്ച മങ്ങൽ, അതുപോലെ കുഴച്ചിലൊക്കെ വരും. അപ്പോൾ കാർബൺ മോണോക്സൈഡ് അമിതമായി ശ്വസിക്കാനുമില്ല, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പൊല്യൂട്ടൻ്റാണ്. അപ്പോൾ ഒരു വാഹനത്തിൽ റിച്ച് എയർ ഫിൽ മിക്സ്ചർ, ഫ്യൂവലിൻ്റെ എമൗണ്ട് കൂടുതൽ എയറിൻ്റെ എമൗണ്ട് കുറയുന്ന സമയത്താണ് കാർബൺ മോണോക്സൈഡ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്. റിച്ച് എയർ ഫിൽ മിക്സ്ചറുള്ള സമയത്താണ് കാർബൺ മോണോക്സൈഡ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ലീൻ എയർ ഫ്യൂൽ മിക്സ്ചർ ആണെങ്കിൽ, എയർ കൂടുതലും ഫ്യൂൽ കുറവാണെങ്കിൽ അവിടെ കാർബൺ മോണോക്സൈഡിൻ്റെ എമിഷൻ കുറവായിരിക്കും. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.